ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ലിവീന്യോ എന്ന് പറയുന്ന വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. തണുപ്പ് കാലത്തും അതുപോലെ തന്നെ വേനൽക്കാലത്തും ഒരുപോലെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ലിവീന്യോ. സ്വിസ് അതിർത്തിക്കടുത്തുള്ള ഇറ്റാലിയൻ ആൽപ്സിലെ ഒരു സ്കീ റിസോർട്ടാണ് ലിവീന്യോ. ചെരിവുകളും പാതകളുമുള്ള സ്നോ പാർക്കുകൾക്ക് പേര് കേട്ടതാണ് ഈ സ്ഥലം. സോന്ദ്രയിലെ ഏറ്റവും വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണിത്. വഴിയിൽ നമുക്ക് ഇതുപോലെയുള്ള പ്രതിമകൾ കാണാം. ഓടിപ്പോയി ഫോട്ടോ എടുപ്പും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് അതുപോലെ എൻജോയ് ചെയ്യാനും പറ്റുമായിരുന്നു കേട്ടോ. വഴിയിൽ നമുക്ക് ചെറിയ ചെറിയ ഇതുപോലത്തെ പാർക്കുകളും അങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ഇതുവഴി നടന്നാലും ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ടുണ്ട്. വഴിയുടെ രണ്ട് സൈഡിലും കടകളും അതുപോലെ തന്നെ വീടുകളും ഫ്ലാറ്റുകളൊക്കെയാണ്. അതിൻ്റെ എല്ലാം ഫ്രണ്ടിൽ ഇതുപോലെ നിറച്ചും പൂക്കളുണ്ട്. അപ്പോൾ അത് കാരണം ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ശരിക്കും നല്ല എൻജോയ് ചെയ്ത് നമുക്ക് പോകാനായിട്ടും സാധിക്കും. കേബിൾ കാറിൽ കയറുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് തന്നെയാണ് ഞങ്ങൾ പോയതും. പോകുന്ന വഴിക്ക് ഇതാ ചെറിയൊരു എന്താ പറയുക, മുയലുകളും കോഴികളൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ കേബിൾ കാറിൻ്റെ അകത്ത് കയറി. കേബിൾ കാറിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര ഭയങ്കര ഒരു അടിപൊളി യാത്രയായിരുന്നു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. പുറത്തേക്ക് നോക്കിയാലേ അവിടെ നമുക്ക് നല്ല അരുവി കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുഞ്ഞ് വീടുകളിൽ കാണാനായിട്ട് പറ്റും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1816 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം ഒരു 15 കിലോമീറ്റർ നീളമുള്ളതാണ് ഈ താഴ്വര എന്ന് പറയുന്നത്. ഇവിടുത്തെ കാലാവസ്ഥ കഠിനമായ തണുപ്പത്ത് -28 വരെ വരും എന്നാണ് പറയപ്പെടുന്നത്. 1856 ശൈത്യകാലത്ത് ഇവിടെ -38 ഡിഗ്രി വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ചരിത്രങ്ങൾ പറയപ്പെടുന്നത്. ചൂടുകാലമായ മാക്സിമം 25 ഡിഗ്രി വരെയാണ് ഇവിടെ വരുന്നത്. ഞങ്ങൾ ഏതായാലും എത്തിയത് ചൂട് കാലത്താണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെട്ടവും വെയിലും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കേബിൾ കാർ കയറി മേളിൽ വരുമ്പോൾ നമുക്ക് ഒരു ബാറ് കാണാം. പിന്നെ ഒരു പ്ലേ ഏരിയ ഉണ്ട്. പിന്നെ നമുക്കിവിടെ എന്താ പറയുക, കുറേ കസേരകളൊക്കെ ഉണ്ട്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിലും നമുക്ക് കയറാം. അടുത്ത കേബിൾ കാറിൽ ആണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ കയറി കുറച്ച് സമയം ഈ സ്ഥലത്ത് സ്പെൻഡ് ചെയ്തു. കാരണം ഇവിടെ കാണാൻ നല്ല രസമാണ്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ പറഞ്ഞതുപോലെ വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തണുക്കും അത്യാവശ്യം. അതുകൊണ്ട് തന്നെ ഒരു നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ചു. ഇതാ ഇപ്പോൾ കാണുന്നില്ലേ, ഇതുപോലത്തെ ഉള്ള കേബിൾ കാറുകളാണ് ഇനി മേലിലേക്ക് കയറാനായിട്ട് ഉള്ളത്. ഇത് നമുക്കൊരു ഗ്ലാസ് വെച്ച് കവർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാ ഇങ്ങനെ ഓടി വേണം ഇറങ്ങാനായിട്ട്. എന്തായാലും വളരെ നല്ല രസമായിരുന്നു മൊത്തത്തിൽ.